ഇനി ഞാൻ വേറെ ഒരു കഥയും കൂടെ പറയാം. അതൊരു കഥയല്ല, അതൊരു തമാശയാണ്. തമാശയാണെന്ന് നിങ്ങൾക്ക് തോന്നുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തമാശയായിട്ട് തോന്നി. അതായത് ദൃശ്യം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അപ്പോൾ അതിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ജോർജ് കുട്ടി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി അവസാനം കൊലപാതകത്തിൽ പുള്ളിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് പുള്ളി പോലീസിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കൊല്ലപ്പെട്ട ആളുടെ ജഡം കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് കുഴിച്ചു നോക്കുകയാണ് പോലീസ്. അവസാനത്തെ ക്ലൈമാക്സ് സീനാണ്. ഇപ്പോൾ എല്ലാവരും വളരെ ഉദ്യോഗജനകമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ രംഗത്ത് അവസാനം കുഴിച്ചു വരുമ്പോൾ പോലീസ് ഇപ്പോൾ ഇയാളെ ശിക്ഷിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. ഒരു DGPയോ വേറെ ആരൊക്കെ ഉണ്ട്. ഭയങ്കര ടെൻസ് സീനാണ്. അവസാനം ഇത് പൊക്കിയെടുക്കുമ്പോൾ ഒരു പശുവിൻ്റെ അഴുകിയ ജഡമാണ്. പോലീസുകാർ വളരെ അവർ പ്ലിങ്ങായി, അല്ലേ, മലയാളത്തിൽ പറഞ്ഞ പ്ലിങ്ങായി. അവർ പോയി. ജോർജ് കുട്ടി വളരെ ആഹ്ലാദവാനായി പോകുന്നു. അവരുടെ കുടുംബം ആഘോഷിക്കുന്നു, കുട്ടികൾ സന്തോഷിക്കുന്നു. പിന്നെ ഭയങ്കര സംഭവം. അങ്ങനെ ഒരു വളരെ ശുഭപര്യവസാനിയായിട്ടാണ് കേരളത്തിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സിനിമയുടെ ഹിന്ദി റീമേക്കിൽ അജയ് ദേവ്ഗനാണ് നായകൻ. അജയ് ദേവ്ഗൻ നായകനായ സിനിമയിൽ ഇതേ സിനിമ രംഗം ഷൂട്ട് ചെയ്യുന്നു. അജയ് ദേവ്ഗനാണ് ജോർജ് കുട്ടി. സംഭവ സ്ഥലത്തേക്ക് പോകുന്നു, കുഴിക്കുന്നു, പശുവിൻ്റെ ജഡം എടുക്കുന്നു. പോലീസ് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നു. കാരണം എന്താണ്? 7 വർഷം ശിക്ഷയും 50,000 രൂപ പിഴയും അജയ് ദേവ്ഗന്. പിന്നെ തിരക്കഥയുടെ ബാക്കി അജയ് ദേവ്ഗൻ്റെ ഫാമിലി ദുഃഖഭാരത്താൽ ആത്മഹത്യ ചെയ്യുന്നു. ആകെ കുഴപ്പം, കണ്ണീര്, ബഹളം. എങ്ങനെയാണ് ഒരു സിനിമയുടെ ഒരേ രംഗങ്ങൾ 2 രാഷ്ട്രീയ പരിസ്ഥിതികളിൽ ഒരെണ്ണം കോമഡിയും മറ്റൊന്ന് ട്രാജഡിയുമായി മാറുന്നത്?